സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൽ ഭിന്നത തുടരുകയാണ്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയാൽ VD സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാതെ നിൽക്കുകയാണ് K സുധാകരൻ. അധ്യക്ഷ സ്ഥാനത്തേക്ക് കൂടുതൽ നേതാക്കളുടെ പേരുകൾ ഹൈക്കമാൻഡിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും സാമുദായിക സമവാക്യങ്ങളും ഗ്രൂപ്പ് തീരുമാനങ്ങളുമാകും അന്തിമമാകുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളുമായി KB ശ്യാമപ്രസാദ് ചേരുകയാണ്. ശ്യാമപ്രസാദ്, ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിലെ ഈ ഒരു നേതൃമാറ്റം സംബന്ധിച്ച ചർച്ചകളൊക്കെ തന്നെ ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഏത് രീതിയിൽ ഈ ഒരു ചർച്ചകൾ പുരോഗമിക്കുന്നു? ശ്രീകാർത്തിക, സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൽ നേതൃമാറ്റ ചർച്ചകളെല്ലാം തന്നെ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തായാലും അടുത്ത ഒരാഴ്ചയ്ക്കകം തന്നെ KPCC അധ്യക്ഷന്റെ പദവികൾ സംബന്ധിച്ചുള്ള കാര്യത്തിലെല്ലാം തന്നെ തീരുമാനമാകുകയും ചെയ്യും. എന്നാൽ ഈ കേരളത്തിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി കൂടിയായ ജനറൽ സെക്രട്ടറി കൂടിയായ ദീപാദാസ് മുൻഷി സംസ്ഥാന നേതാക്കളുമായി പ്രത്യേകം കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ. ആ ഘട്ടത്തിലെല്ലാം തന്നെ ഒരു വിഭാഗം K സുധാകരനെ മാറ്റണമെന്നുള്ള ഒരു ആവശ്യം ഉയർത്തിയിരുന്നു. ഇത് KC വേണുഗോപാലിന്റെ ഒരു ശക്തമായ സമ്മർദ്ദവും ഇതിന് പിന്നിലുണ്ടെന്ന ആരോപണം ശക്തമായിരുന്നു. അതിനാൽ തന്നെയാണ് ജനറൽ സെക്രട്ടറിയായ ദീപാദാസ് മുൻഷി പ്രത്യേകം സംസ്ഥാനത്തെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. ഈ ഒരു കൂടിക്കാഴ്ചയിലെല്ലാം തന്നെ ഒരു വിഭാഗം നേതാക്കൾ അല്ലെങ്കിൽ ഒരു വിഭാഗം K സുധാകരൻ മാറണമെന്നുള്ള ഒരു ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അങ്ങനെ ഇത് K സുധാകരൻ വിഭാഗം അനുകൂലികൾ പറയുന്നത് K സുധാകരൻ മാറുകയാണെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് VD സതീശനും മാറണമെന്നുള്ള ഒരു കാര്യം AICCക്ക് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. പ്രധാനമായും അനൈക്യത്തിന് കാരണം VD സതീശന്റെ നിലപാടുകളാണെന്നും ഈ K സുധാകരൻ വിഭാഗം ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ ഇത് ഹൈക്കമാൻഡ് ഗൗരവമായി പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി വരികയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ മറ്റു ചില പേരുകൾ കൂടി ഈ KPCC അധ്യക്ഷ പദവി സ്ഥാനത്തേക്ക് ഉയരുന്നുണ്ട്. പ്രധാനമായും ബെന്നി ബെഹനാൻ, അടൂർ പ്രകാശ്, റോജി എം ജോൺ, കൊടിക്കുന്നിൽ സുരേഷ്, സണ്ണി ജോസഫ് തുടങ്ങിയവരുടെ പേരുകളാണ് ഉയരുന്നത്. എന്തായാലും ഈ പേരുകളെല്ലാം തന്നെ ഉയരുമ്പോഴേക്കും സാമുദായിക സമവാക്യങ്ങളും ഒപ്പം തന്നെ ഗ്രൂപ്പ് തീരുമാനങ്ങൾ കൂടി മുഖവിലക്കെടുത്ത് പോകുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തും. അത് നേതൃത്വത്തിന് എത്രമാത്രം തലവേദനയാണെന്ന് കണ്ടു തന്നെ അറിയണം. പ്രധാനമായും സംസ്ഥാന നേതാക്കളുടെ ഗ്രൂപ്പ് സമവാക്യങ്ങളും ഒപ്പം തന്നെ സാമുദായിക തീരുമാന മാനദണ്ഡങ്ങളും എല്ലാം തന്നെ കണക്കിലെടുക്കുമ്പോഴേക്കും എന്തായാലും പുതുതലമുറയുടെ പേരുകൾ കൂടി ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന റോജി എം ജോണിലേക്കാണ്. അങ്ങനെ K സുധാകരനെ അനുനയിപ്പിച്ചുകൊണ്ട് ഒരു നേതൃമാറ്റം അതുതന്നെയാണ് AICC ഉന്നം വെക്കുന്നതും. എന്തായാലും നിലവിൽ പുതിയൊരു അധ്യക്ഷന്റെ കീഴിൽ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാമെന്ന് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. എന്തായാലും ഇന്ദിരാഭവൻ കേന്ദ്രീകരിച്ചുള്ള തുടർ ചർച്ചകളെല്ലാം തന്നെ നടന്നു വരുന്നു. ഒരു കോർ കമ്മിറ്റിക്ക് പുതുതായി തീരുമാനങ്ങൾ എടുക്കുന്നു. ഒപ്പം തന്നെ പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരുടെ നിയമനത്തിലും അടക്കം ഈ ഒരു സാമുദായിക മാനദണ്ഡങ്ങൾ നിർണായകമാകുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ശ്രീകാർത്തിക.